ஹலோ ஹலோ மேரிலு தானே? ஆமா மரியலா சொல்லுங்க. நான் லிங்கசாமி பேசுறேன். சின்னலிங்கமா பெரியலிங்கமா? ஒரு ஆவரேஜ் ஆவரேஜ் ரூம் இருக்கா? ரூமா? இங்க போலீஸ் பிரச்சனை ஓடிட்டு இருக்குது, அப்புறமா ஃபோன் பண்ணுங்க. ഇത് പിടിച്ച് സൂചേട്ടാ സിമ്മൂരി കാട്ടിക്കളഞ്ഞിട്ട് ഫോൺ എടുത്ത് തോട്ടിലിറങ്ങി. അവിടെ മൊത്തം പോലീസാ. കഷ്ടകാലം എല്ലാരും തലയിലാണ്. എന്തൊരു നെഗറ്റീവ് എനർജി കൂടി ഉണ്ട്, എന്തൊരു നെഗറ്റീവ് എനർജി ഉറപ്പായിട്ടും. നെഗറ്റീവ് എനർജി രാജാവ് ബാ വണ്ടി കയറി. ഇത് നമ്മുടെ നിൽക്കും തോന്നില്ല. ബാ നമുക്കൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരു കൊച്ചനുണ്ട് തങ്കു. ഓ നിനക്ക് ഈ സമയത്ത് തന്നെ അമ്മായിയുടെ കൊച്ചച്ഛൻ്റെ അടുത്ത് വിരുന്നിനാണോ അല്ലേ? ഞാൻ ജയിലിൽ പോയിക്കോട്ടെ. ചേട്ടാ ഇത് അങ്ങനല്ല, ബിൽഡപ്പ് ഉണ്ട്. തങ്കു കൊച്ചച്ഛൻ ഞാൻ കുറച്ചു നാൾ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. ഒരു എക്സ് ഗുണ്ടയാണ്, പക്ഷെ ഇപ്പോ ലീഗൽ കൺസൾട്ടന്റ് ആണ്, നിയമോപദേശകൻ. ലൂപ്പ് ഹോൾസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോർട്ട് വക്കീൽ വരെ പുള്ളിയെടുത്ത് വരാറുണ്ട്. നമ്മുടെ സുഖിച്ചേട്ടൻ്റെ പ്രശ്നത്തിന് പുള്ളി കറക്റ്റാ. ഗുണ്ട ആക്ടിപ്പെടുത്തി നാട് കടത്തിയതാ. പക്ഷെ പുള്ളി കായലിലൊരു ബോട്ടിലാ താമസം. കരയിൽ വന്നാലല്ലേ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. തങ്കു കൊച്ചച്ഛൻ. എന്നാലും പട്ടീസ് കൊണ്ട് ഒരാളെ തട്ടുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം. തങ്കു കൊച്ചച്ഛൻ കേസിന്റെ കാര്യം പറ. കേസിന്റെ കാര്യം 1 മാസം കൊണ്ട് നിന്നെ പോലീസ് പൊക്കും. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ. കറക്റ്റ് സമയത്ത് അച്ഛനെ വരെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇട്ടത് ക്യൂ നോട്ടാണോ കെ നോട്ടാണോ? ക്യൂ ആണോ കെ ആണോ ഇട്ടത്? ക്യൂ ആണ്. തങ്കു കൊച്ചച്ഛൻ കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എടാ ഇപ്പൊ പഴയതുപോലെ അല്ല, പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി. നിന്റെ ലൈസൻസ് ബുക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കല്ലേ? സോറി കേട്ടോ. ക്ലീൻ ആയിട്ട് ചെയ്യണ്ടാ. പിന്നെന്തിനാ 1 മാസം? എടാ ഈ തട്ടിപ്പോയ പോലെ അഡ്രസ് ഇല്ലാത്തവനാണെങ്കിൽ ഇത് ട്രാഫിക് പോലീസിന്റെ ടേബിളിൽ കിടന്ന് കറങ്ങും. അതിനാ ടൈം. അവിടെ നിന്ന് ക്രൈം സെല്ലിലെത്തിയ 5 ദിവസം പോലീസുകാര് നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേട്ടാ. ലൈസൻസ് എടുത്താല നീ അങ്ങോട്ട് ചെന്ന് പിടി കൊടുത്തില്ലേ 1 മാസം സമയം കിട്ടും. അതിപ്പോ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അണ്ണാ ടൈമായി. പട്ടി തെണ്ടി കള്ളയവരാതി തറനാറി നായിന്റെ മക്കളെ, നല്ല നമസ്കാരം. അപ്പോ ഫ്രണ്ട്സ്, എന്നെ നാട്ടുകടകടത്തിന്ന് വീപ്പിളക്കി നടക്കുന്ന പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി തങ്കു വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകിൽ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടിയടാ പന്നീന്റെ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. പോലീസ് പിടിക്കാതിരിക്കാനാണ് മാർഗമില്ലാത്തുള്ളൂ. ശിക്ഷയിൽ അളവ് വരുത്താൻ ഒരു മാർഗമുണ്ട്. സൂപ്പർ ക്ലീഷയാ. ഭ്രാന്ത് അഭിനയിക്കാൻ വല്ലതുമാണോ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. വലിയ ആളാ സൂചേട്ടാ. ചേട്ടാ ജസ്റ്റ് ഒന്ന് ബോട്ട് അടിപ്പിക്കാവോ? ഇറങ്ങാനായിരുന്നു, നീന്തൽ അറിഞ്ഞൂടാ. ഈ ലോകത്തിൽ ഏത് അഡ്വക്കേറ്റ് എടുത്ത് പോയാലും നീ രക്ഷപ്പെടില്ല. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞു. IPC Section 84, an act of a person of unsound mind. Nothing is an offensive which is done by a person who, at the time of doing it, by reason of unsoundness of mind, is capable of knowing by the nature of it, or that he is doing is either wrong or contradictory to law. Okay. ഞാൻ പറഞ്ഞ കൺവിൻസല്ലേ സൂചേട്ടാ. തങ്കു കൊച്ചാ, ഇതപ്പോ എവിടുന്ന് കിട്ടും? എടാ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി. പിന്നെ നീ കൊന്നിട്ട് വന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഭ്രാന്ത് ഉണ്ടായിട്ട് മാറിയവർക്ക് ഗവൺമെന്റിന്റെ ഒരു വായ്പാ പദ്ധതി ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ. അത് കിട്ടാനാന്ന് പറഞ്ഞേച്ചാ മതി. അയാൾ പറഞ്ഞിട്ട് ഒക്കെ കേട്ടോ അവിടെ നിൽക്കണം. പറഞ്ഞിരുന്നോട്ടാ. വിദ്യുത് മാനസികാരോഗ്യ കേന്ദ്രം
പ്രകൃതിയോടിണങ്ങി മനസ്സിനെ കുതിർത്ത് ചികിത്സിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മാനസികാരോഗ്യ കേന്ദ്രം. യോഗാചാര്യൻ വിദ്യുത് മോഹൻ തന്നെ തന്നെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ക്ലിനിക്കിന്റെ വളർച്ചയിൽ നിങ്ങളും ഭാഗമാവൂ. ബി മെന്റൽ ബട്ട് നെവർ ബി ജഡ്ജിമെന്റൽ. എടാ പുള്ളി തരൂ. തങ്കു കൊച്ചൻ പറഞ്ഞില്ലേ, അപ്പൊ എന്തായാലും കിട്ടും. വേറൊന്നുമല്ല, എന്റെ സമയം നല്ല സമയമുള്ള. ശരിയാ. സാർ, ഈ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാ ചേട്ടന്. സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടറെ, സുഖുവിന്റെ ജീവിതം ഡോക്ടറോട് ഒന്നും കിടപ്പില്ല. മരണം വരെ. ഇനി മരിച്ചാലും. അപ്പോ 10 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും. അയ്യോ, എനിക്കതിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സൂചേട്ടാ, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്ക്. വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം. നീ ചുമപ്പെടുത്തി ഈ പകരത്തിനാരെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, സൂചേട്ടൻ നിൽക്കും, സൂചേട്ടൻ നിൽക്കും. രണ്ടുപേരൊന്ന് മാറുന്നേ. യൂണിഫോം തരാട്ടോ. പോയിക്കോ. കഴിച്ചായിരുന്നു അച്ഛൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഇന്നലെ 2 വാക്ക്. ആ 2 നല്ല വാക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ആയിക്കോട്ടെ, എനിക്കൊരു ഏണി വെച്ചുതരാൻ പറ്റിയ ഒരാളെ കിട്ടിയ ഞാനപ്പോ ചാടും. എടി, നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടല്ല. എന്നെയാണെങ്കിൽ അങ്ങോട്ട് കയറ്റണമില്ല. പിന്നെ എനിക്ക് ഏണി വെച്ചുതരാൻ ആളെ എവിടെ നിന്ന് കിട്ടാനാ? അതൊക്കെ കിട്ടും. നിന്റെ ആത്മവിശ്വാസം ഞാൻ തകർക്കള്ള. അനീഷേട്ടാ, എന്തോ? ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ബൈ. സൂചേട്ടാ, ഞാനൊരു നെയ്ക്കിന് കോയമ്പത്തൂര് ലൈസൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ പൊന്നു പാച്ച, ദൈവത്തോർത്ത് ഈ പോലീസിനെ വിളിച്ചിട്ട് വരല്ലേട്ട നീ. പോലീസൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാനെന്നാ ബുള്ളറ്റ് എടുത്തിട്ട് പോവല്ലേ? എന്തിനാടാ ബിസിനോ എഴുതി? ബിസിനോട്ടോ ശരി, പോ. ചത്തല് കൊടുക്കരുത്. മതിയാടാ, ഗേറ്റിൽ നിന്ന് ഇറങ്ങിയ പോയിക്കേ.